അപ്പൊ ഹലോ ഗൈസ് വേണ്ട, ഹലോ ഗൈസ് വേണ്ട. അമ്മ വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം പറയും. അപ്പൊ അമ്മയ്ക്ക് ബോറടിക്കുന്ന അഭിയുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ റൗണ്ട് അടിക്കാനാ പോകുന്നത് ഗൈസ്. അല്ലാതെ ഞാൻ ട്രാവൽ വീഡിയോ അല്ല ചെയ്യുന്നത്. ജസ്റ്റ് ഞങ്ങളുടെ ഒരു ഡേ ഔട്ട് അതാണ് ചെയ്യുന്നത്, അല്ലടാ അഭി? അപ്പൊ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഋഷി ബേബി പുറകിലുണ്ട്, അച്ഛനും അമ്മയും അവിടെ ഇരിപ്പുണ്ട്. ഋഷി അമ്മയുടെ കൂടെ ഇരിക്കുക. ഉമ്മ കൊടുക്കണോ? നീ എടുക്കണ്ട. എല്ലാവർക്കും ഉമ്മ കിട്ടിയല്ലോ ഗൈസ് രാവിലെ തന്നെ. വേറെ യു ഗോ ടുഡേ? നമുക്കൊന്ന് കൊച്ചി പോയിട്ട് അവിടെ നിന്ന് ജങ്കാർ എടുത്തിട്ട് ഇവിടെ പച്ചറായി ബീച്ചിൽ ഇറങ്ങുന്നൊന്നുമില്ല, ചുമ്മാ ഒരു ഡ്രൈവ്. ഓക്കെ ഡൺ. എടാ നമുക്ക് നമ്മുടെ സ്പോട്ടിൽ കയറി വാങ്ങണ്ടേ? നമ്മുടെ മറ്റേ സ്പോട്ട് അമ്മയ്ക്കൊരു ഈ സമയം ആള് എല്ലാ സമയത്തിലെത്തുന്നേ. നോക്കാം, അങ്ങോട്ട് പോകുമ്പോ നോക്കാം. അപ്പൊ സംഭവം എന്താണെന്നറിയോ ഗൈസ്, ഞാനാണ് അബിയെ ആ സ്പോട്ട് പരിചയപ്പെടുത്തി കൊടുത്തത്. അതിപ്പോ അബിയുടെ ഫ്രണ്ട്സിനെല്ലാം കൊണ്ടുവരുമ്പോ ഇങ്ങോട്ട് വരുമ്പോ അബിയുടെ ഫ്രണ്ട്സിന്റെ സ്പോട്ടായി അത്. അപ്പൊ ഞാൻ അബിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് അബിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതാ, പക്ഷെ അമ്മയ്ക്ക് അവിടെ പോയി കഴിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് പറ്റുമെങ്കിൽ നമുക്ക് ഇതപ്പോ വാങ്ങാം അമ്മ കേട്ടോ. മോമോസ്, അപ്പൊ ടിബറ്റൻ മോമോസ് അതെവിടെയാ ഞാൻ കാണിച്ചു തരാം. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ കൊച്ചി അമ്പലത്തിന്റെ സൈഡിലോട്ട് പോവാം. എന്താ ബുടുബുടാ? അതെന്താന്ന് അവനിപ്പോ പറയടാ. നിങ്ങൾക്കറിയോ ഗൈസ്, ഇവിടെ നമ്മുടെ ജംഗ്ഷനില് എസ് എൻ ജംഗ്ഷന്റെ പേരാണ് ശ്രീനാരായണ ഗുരു മന്ദിരം. എന്താ ഋഷി? കണ്ടോ, നിങ്ങൾക്കറിയാവോ? അതാണ് എന്തുവാ അമ്മ അവിടെ. അവന് സെൻട്രൽ മോളിൽ പോണോന്ന് ഇവിടെ എത്തിയപ്പോ. പിന്നെ അവനറിയത്തില്ല. ബസ്സിലെ ചേച്ചി പറയുമായിരുന്നു ഇവന് ഏതൊക്കെ പിള്ളേര് എവിടൊക്കെ ഇറങ്ങുന്നു എന്ന് അവനറിയാന്ന്. ഓരോ സ്ഥലം എത്തുമ്പോഴും ആ ചേച്ചിയോട് പറയുന്നത് ഇന്ന ആളുടെ സ്ഥലമാ വിളിക്കുന്നു. അതിൽ എങ്ങനെയാടാ ചേച്ചി വിളിക്കുന്ന പിള്ളേരെ? ഒരു എക്സാമ്പിൾ പറഞ്ഞേ. അച്ചിത്ത് മോനെ പറഞ്ഞേ. അച്ചിത്ത് മോനെ, അക്ഷിത്ത് എന്നാ പറയുന്നത്. അവന് അച്ചിത്ത് മോനെ ചേച്ചി പറയായിരുന്നു കഴിഞ്ഞ ദിവസം. ഭയങ്കര ഓർമ്മയാ. ഋഷി ബേബിയുടെ പുതിയ പേരെന്താ സ്കൂളിൽ എല്ലാവരും വിളിക്കുന്നേ? ഇക്കിളിക്കുട്ടൻ. അപ്പൊ ഗൈസ് ഋഷിയുടെ പുതിയ പേരാണ് ഇക്കിളിക്കുട്ടൻ കേട്ടോ. ഇക്കിളിക്കുട്ടനാണ് ഋഷിയുടെ ഫ്രണ്ട് ഇസബെല്ല വിളിക്കുന്നത് ഋഷിക്കുട്ടനെ, അല്ലടാ? ഇക്കിളിക്കുട്ടൻ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ആ പേര്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഋഷി ബേബിയെ ഇക്കിളിക്കുട്ടാന്ന് വിളിക്കണം. ഇതാണോ സെൻട്രൽ മോള്? അബി നിനക്ക് അറിയോടാ ഇതാണ് സെൻട്രൽ മോള്? അവിടെ ബോൾ പിറ്റ് ഇല്ല, പൂട്ടി. സിനിമയ്ക്ക് പോണോ? എന്തിന്? യെസ്. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പഴയ തൊപ്പുംപടി പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തുവാ ഷിപ്രക്ക് ഉണ്ടോന്ന് ഇവിടെ? പക്ഷെ ഇവിടെ ഷിപ്രക്ക് ഇല്ല കേട്ടോ. ലക്ഷദ്വീപിലാ കേട്ടോ, ലക്ഷദ്വീപില്. ഇവിടെ ഷിപ്രക്ക് ഒന്നും ഇല്ല. ഇവിടെ കുറെ നല്ല ഷിപ്പുകളുണ്ട് കേട്ടോ. ഇതാണ് കപ്പലണ്ടി മുക്ക്. കപ്പലണ്ടി മുക്ക് എന്തുകൊണ്ട് പറയുന്നു എനിക്കറിയത്തില്ല, പക്ഷെ ഇവിടെ പേരതാണ്. പറഞ്ഞോ, പറയാൻ പറ്റൂല. അപ്പം പറഞ്ഞത് ശരിയാണ്. അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് കൊച്ചി തിരുമല ദിവസം അമ്പലത്തില്. നമ്മുടെ അമ്പലമാണ്. അപ്പൊ ഈ അമ്പലം നിങ്ങൾ കുറെ പേര് മറ്റേ സിനിമയില്ലേ വിക്രമാദിത്യൻ, അതിൽ കണ്ടിട്ടുണ്ടാവും. അത് ഈ അമ്പലമാണ്. ഇവിടെയാണ് അവര് ടെന്നീസ് മാച്ച് കളിച്ചത്. ദാണ്ട് ഇവിടെ ഈ കാറുകൾ കിടപ്പില്ലേ, ഇവിടെ വെച്ചാണ് ആ ഷൂട്ടിംഗ് നടന്നത്. ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കാൻ ഹോളിഡേയ്സിന് വന്ന സമയത്തായിരുന്നു ഈ ഷൂട്ടിംഗ് നടന്നത്. അപ്പൊ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഇതാണ് നമ്മുടെ അമ്പലം. നിങ്ങൾ ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഇവിടെ വന്ന് തീർച്ചയായിട്ടും കാണണം. നല്ല വലിയ അമ്പലമാണ്. അപ്പൊ നമ്മളിപ്പോ കേറുന്നില്ല. പൂജയെല്ലാം കഴിഞ്ഞിട്ട് അമ്പലം അടയ്ക്കാൻ പോവായിരിക്കും. അതുകൊണ്ട് ഞങ്ങളിപ്പോ പോകുന്നില്ല അങ്ങോട്ടേക്ക്. ജസ്റ്റ് ഒന്ന് നിങ്ങളെല്ലാരെയും ഞങ്ങൾ അമ്പലം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇത് ഇവിടുത്തെ പ്രൈമറി സ്കൂള്.
LKG അതെ, TD സ്കൂൾ. LKG UKG. ഞാൻ പറഞ്ഞ കട തുറന്നിട്ടില്ല. അപ്പോൾ ഇവിടെ സാന്റക്രൂസ് ബസിലിക്കയുടെ തൊട്ടിപ്പുറത്തുള്ള ടിബറ്റ് കിച്ചണിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് വേറെയാണ്. അത് ടിബറ്റിയൻ ഷെഫ് കിച്ചൺ എന്നാണ് പേര്. അത് കുറച്ചുകൂടി അങ്ങോട്ട് പോകണം. നമ്മൾ ഉദ്ദേശിച്ച കടയിൽ ഇത് വേറെ കടയാണ്. അതെ, ഇത് വേറെ കടയാണ്. പക്ഷെ ഇത് നല്ലതാ കേട്ടോ, ഞാൻ കഴിച്ചിട്ടുണ്ട് ഇവിടെ. അതാ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞത് നമുക്ക് വാങ്ങാം. നമുക്ക് ജങ്കാറ കയറിയിട്ട് അപ്പുറത്ത് കഴിക്കാം അല്ലേ ഡാബി? നമുക്ക് നോക്കാം, തിരക്കാണോ നോക്കാം. അപ്പൊ ജങ്കാറിൽ കയറാനാണ് നമ്മൾ പോകുന്നത്. സൺഡേ ആയതുകൊണ്ട് ഒരു ജങ്കാറാണ് സാധാരണ രീതിയിൽ ഓടാറ്. തിരക്കില്ല, ഞാൻ പോയി ടിക്കറ്റ് എടുക്കാം. തിരക്കില്ല. ഇവിടൊക്കെ കുറെ നന്നാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പൊ ചേട്ടാ ഒരു ഫോർച്യൂണർ 65. അപ്പൊ പുതിയ റേറ്റ് 65 രൂപയാണ്. ഞാൻ പോയിട്ട് കുറെ നാളായി, അതാണ് എനിക്ക് അറിയാത്തത്. അപ്പോൾ 65, 500 ബാക്കി 435 രൂപ. 65 രൂപയാണ് ഇപ്പൊ. ടിക്കറ്റ് സൂക്ഷിച്ചു വെച്ചോ. അമ്മ മോമോസ് എങ്ങനെയുണ്ട് അമ്മ? നല്ല മോമോസ്. അബിക്ക് ഇഷ്ടപ്പെട്ടോടാ? നല്ലല്ലേ? ഋഷിക്ക് ഇഷ്ടപ്പെട്ടോ? ഋഷി മോമോസിന്റെ ആളാ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓർമ്മയുണ്ടോ ഗൈസ്? നേപ്പാളില് പോയപ്പോ ഋഷി മോമോസ് കഴിച്ച് വീഡിയോ ഒക്കെ ചെയ്ത ഓർമ്മയുണ്ടാ? ഫുഡ് റിവ്യൂവർ ആയിരുന്നു അവൻ അന്ന്. അമ്മയ്ക്ക് ഓർമ്മ? അമ്മ കണ്ടിട്ടുണ്ടോ ആ വീഡിയോ? അടിപൊളി മോമോസ് ആണ് ഗൈസ്. റോറോ വന്നു. ഇനി അത് ഇറക്കിയിട്ട് വേണം നമുക്ക് കേറാൻ. അപ്പൊ അവര് ഇറങ്ങി കഴിഞ്ഞിട്ടേ കേറാൻ പറ്റത്തുള്ളൂ. കേട്ടോ ഋഷി? അവരൊന്ന് ഇറങ്ങട്ടെ കേട്ടോ. അതിൽ നിറച്ച് വണ്ടികളാ. ആ വണ്ടികളെല്ലാം ഇറങ്ങി കഴിഞ്ഞിട്ട് ഋഷി നമ്മളെ വണ്ടി കയറ്റും. ഫോർച്യൂണർ കയറ്റും അതില്. എന്നാലേ ഋഷിനെ കയറ്റത്തുള്ളൂ അതിന്റെ ഉള്ളില്. കൈ പുറത്തിട്ടില്ലല്ലോ. ഗുഡ് ബൈ അല്ലേ? എന്നാ മമ്മൂക്കയോ? മമ്മൂക്ക എവിടെ? ഞാനും കണ്ടില്ല മമ്മൂക്കാനെ. നീ എവിടെ കണ്ടടാ? ഈ സൈഡിൽ നിൽക്കാനാണ് ചേട്ടൻ പറയുന്നത്. അപ്പൊ പറ്റുമെങ്കിൽ ഞാൻ ഇറങ്ങി കാണിക്കാം കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വഴിയാണ്. എനിക്ക് ബോട്ടിന് ഇഷ്ടമാണ്. റോറോയ്ക്ക് ഫീല് വേറെയാ കേട്ടോ. നമ്മുടെ വണ്ടി കേറി ഗൈസ്. ഋഷി വണ്ടി കേറി. ഞാനപ്പോ കേറിയിരുന്നു. ഭയങ്കര തിരക്കാണ് അവിടെ, ആൾക്കാരൊക്കെ നിൽക്കുക. അപ്പോൾ ആൾക്കാരെ വെറുതെ ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്ന് കയറി ബസ്സിൽ, വണ്ടിയിൽ. അപ്പം ഞങ്ങൾക്കൊരു ബൈറ്റ് തരുമോ സർ? സാറിന് സുഖമാണ്? എവിടെയാണ്? ഞങ്ങൾ എവിടെയാന്ന് നോക്ക. നീ കാണിക്കാമേ. ആണോ? റോറോ, I am doing a travel vlog. ഓക്കെ, ഞാനും വീഡിയോ എടുത്തോണ്ടിരിക്കാം, പിന്നെ വിളിക്കാമേ. അപ്പൊ ദേ നമ്മള് വേഗം, ഞാൻ പറഞ്ഞില്ല അബി, ഞങ്ങൾ 5-10 മിനിറ്റ് പോലും എടുത്തില്ലല്ലോ, വേഗം എത്തി. ആക്ച്വലി ഈ റോറോ വന്നു. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മറ്റേ ജങ്കർ ഭയങ്കര സ്ലോ ആയിരുന്നു. സ്ലോ എന്ന് വെച്ചാൽ അതിൽ ഇവിടെ നിന്ന് കയറിയാൽ അതേപോലെ ഇറക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ എങ്ങനെ കയറ്റുന്നോ അതേപോലെ ഇറക്കാൻ പറ്റത്തുള്ളൂ ആയിരുന്നു പണ്ടത്തെ ജങ്കാറില്. ഇതിപ്പോ നമ്മൾ അവിടെ നിന്ന് കയറി ഈ വഴി ഇറങ്ങുമല്ലേ ചെയ്യുന്നേ. അതെന്ത് എളുപ്പമാ നോക്ക്. അത് മാത്രല്ല ഇതിന് പിടിച്ച് അതിനെയും കാട്ടി കുറച്ചുകൂടി സ്പീഡുണ്ട്. പിന്നെ നമ്മളിപ്പോ 5 മിനിറ്റ് കൊണ്ട് വൈപ്പിനെത്തി. നല്ല തിരക്കുണ്ട് ഫോർട്ട് കൊച്ചിയിലോട്ട് പോവാൻ. ഇവിടെ പയ്യെ ഇറക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് വാട്ടർ മെട്രോ, കണ്ടോ? ഇവിടെയാണ്. ഇത് അടിപൊളിയാക്കിയല്ലോ ഈ സ്ഥലത്ത്. ഞാൻ കൊറേ നാൾക്ക് ശേഷമാ വരുന്നത് കേട്ടോ. അടിപൊളിയായി വാട്ടർ മെട്രോ. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. അമ്മ നമുക്കൊരു ദിവസം വരണം അമ്മ വാട്ടർ മെട്രോയില് കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ ചെറായി എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഇവിടെ നമ്മള് ഇപ്പൊ കൊച്ചി അമ്പലം കണ്ടില്ലേ, അതേപോലെ ഇവിടെ ഉണ്ട് നമുക്കൊരു അമ്പലം.
രഥഘോഷയാത്ര. ഇവിടെ അതെ ഇത് വെച്ചിട്ട് റെയിൽ പാളം വെച്ച് റെയിൽവേ ട്രാക്ക് ഇട്ട ട്രാക്ക് ഉണ്ടാവും അമ്പലത്തിന്റെ ചുറ്റിലും. എന്നിട്ട് അതിലാണ് രഥം വലിക്കുന്നത്. നമുക്കൊരു ദിവസം പോണേടാ. ഇപ്പൊ അടച്ചിട്ടുണ്ടാവും, നമുക്ക് ഇപ്പൊ പോവാൻ പറ്റൂല, ഉച്ച സമയമല്ലേ. അങ്ങോട്ട് പോയാൽ പറവൂര് പോവാം നമുക്ക്. നേരെ പള്ളിപ്പുറം ഈ കാണുന്ന അമ്പലമാണ് നമ്മുടെ അമ്പലം. അപ്പൊ നമ്മള് ഈ രണ്ട് സൈഡില് വെള്ളമാണ് ഗൈസ് കാണുന്നത്, വെള്ളം. ഇനി കുറച്ച് മുന്നോട്ട് പോയാൽ അതെ, അപ്പൊ നമുക്ക് ബീച്ചിലോട്ടൊക്കെ പോവാം. യെസ്, ദേ കാണുന്നു ബീച്ച്. ഇതാണ് ചെറായി ബീച്ച്. ഋഷി പറയൂ, ഇതെന്താണ് ഋഷി? ചെറായി ബീച്ച്. ഇവിടെയും അതേപോലെ അവസ്ഥ, കടല് കേറിയിരിക്കുക. അങ്ങനെ നമുക്ക് ഇറങ്ങി നിൽക്കാൻ താഴെ പോവാൻ പറ്റൂല. ഋഷ, നീ കണ്ടില്ലേ കല്ലിട്ടിരിക്കുന്നത്? എങ്ങനെ പോവും? കല്ല് കണ്ടില്ലേ? നീ എങ്ങനെ പോവും? അങ്ങോട്ട് പോവാൻ പറ്റൂല. എന്ത് ചെയ്യുവാ? എവിടെ പോവാ? വാ നമുക്ക് ഇറങ്ങാം. വാ വാ വാ, ഇവിടെ ഇറങ്ങാം. വാ, അവിടെ ഇറങ്ങാൻ പറ്റൂല. നീ എങ്ങനെ ഇറങ്ങും പറ? ഇവിടെ വാ. കോക്കാച്ചി ഇരിപ്പുണ്ട് അവിടെ. പോയാ നിന്നെ പിടിച്ചോണ്ട് പോവും. അമ്മ പോട്ടെ എന്നാല്. അമ്മ വേണ്ടല്ലോ. എന്തിനാ ബഹളം ഉണ്ടാക്കുന്നേ? ജിജി ബാബു ആണേ. എല്ലാരും പറയട്ടെ, ജിജി ബാബു ആണ് ബഹളം ഉണ്ടാക്കുന്നെന്ന്. അമ്മയുടെ അടുത്ത് കേട്ടോ. അതെ, നമുക്കിനി പിന്നെ പോവാം കേട്ടോ. അമ്മ വേറൊരു ദിവസം കൊണ്ടുവരാം അമ്മേനെ കേട്ടോ. അപ്പൊ ഇവിടൊക്കെ കുറേ റിസോർട്ട്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വന്ന് താമസിക്കണമെന്നെങ്കിൽ നിങ്ങൾക്ക് വന്ന് താമസിക്കാം. അടിപൊളിയാണ് അല്ലേ ഡബി? യെസ്. അപ്പൊ നമ്മളിനി എങ്ങോട്ടാ? തിരിച്ച് വീട്ടിലോട്ട് പോവാം. നമ്മളിതേ വന്ന വഴി ആണ് പോകുന്നത്. പക്ഷെ നമ്മൾ ജങ്കാറല്ല കേറാൻ പോകുന്നത്. നമ്മള് ഗോശ്രീ പാലം കേറിയിട്ട് എറണാകുളത്തോട്ട് പോകും. അതാണ് പ്ലാൻ. ഇതുണ്ടോ മീന് ഉണക്കാനിട്ടിരിക്കുന്നു. ഉണക്കമീൻ ഉണ്ടാക്കാനായിരിക്കും. ആ കുട്ടി മീനാണേടാ അല്ലേ? അതെന്ത് മീനാ? അത് നെത്തോലി അല്ല. അറിയാവുന്നവരൊന്ന് കമന്റ് ഇടണേ ഗൈസ്. അത് നെത്തോലി അല്ല. നെത്തോലി നല്ല ചെറിയ നീളത്തിലുള്ളതാ. പക്ഷെ ഇത് ചെറുതുമാണ്. ഇച്ചിരി പരന്നിരിക്കുക. അപ്പൊ എനിക്കൊരു സംശയം, അത് നെത്തോലി അല്ല. ഇതാണ് അഡ്വഞ്ചർ പാർക്ക്. ഇതാണ് ആ മറ്റേ ദീപ്തി പറഞ്ഞ സ്ഥലം. ഇത് ആക്ച്വലി എനിക്ക് കാണുമ്പോണ്ടല്ലോടാ, നമ്മുടെ തൊറൂര് പിന്നില് നീ പോയിട്ടില്ലേ പള്ളിത്തോട് ഭാഗമൊക്കെ, അവിടെയൊക്കെ ചെമ്മീൻ കെട്ടുകളാ. അതേപോലെയാ തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഈ ഭാഗം കാണുമ്പോൾ. പക്ഷെ ഇതെന്താന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ കേട്ടോ. ചിലപ്പോൾ ചെമ്മീൻ കെട്ടായിരിക്കും. ചെറിയ ചെറിയ വള്ളങ്ങളും കാണുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഈ രണ്ടുപേരുണ്ടല്ലോ ഗൈസ്, സോഡ നാരങ്ങ കൊതിയര. രണ്ടുപേർക്കും എവിടെ ചെന്നാലും ഒരെണ്ണം വേണം. അമ്മയ്ക്ക് ഉപ്പിട്ടത്. ഇവിടെ ഒരു കടയിൽ കയറി അഭി ചോദിക്കാൻ പോയിട്ടുണ്ടോ എന്ന് ദൈവത്തിന് അറിയാണ്ടാവോ ഇല്ലയോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പറയാൻ പറ്റൂല. എങ്ങനെയാന്ന് അവൻ വരുമ്പോഴേ അറിയത്തുള്ളൂ. അമ്മ ഒന്ന് പിടിച്ചു കൊടുത്തേ അമ്മ. അതാ ഞാൻ പിടിക്കാം. കുടിക്കത് ശവ എങ്ങനെയുണ്ട്? നല്ലതാണോ? നമ്മൾ വല്ലാർപാടം എത്തുന്നു ഗൈസ്. നമ്മൾ ഗോശ്രീ പാലം വഴി കയറാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ആക്ച്വലി താമസിച്ചു ഇങ്ങോട്ട് എത്താൻ. അപ്പോൾ വിശന്ന് പോയി. ഫുഡും വന്നു, ഞങ്ങൾ കഴിച്ചു. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അല്ലടാ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ പറ. സി യു. വിശന്നിരിക്കുവോ? അതാരും ഒന്നും മിണ്ടാത്ത. അപ്പോൾ ബൈ ബൈ.